കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മ്യൂച്വൽ കൺസെൻറ്റോടുകൂടി അവരുടെ പ്രതിരോധ താരമായിരുന്ന ഒമർ ബായുടെ കോൺട്രാക്റ്റ് മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്തതിനു ശേഷം പുതിയൊരു താരത്തിനെ സൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അതെല്ലാവർക്കും അറിയാം, ഫോളോ ഇന്ത്യയെ. ഈ ഒരു താരത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒമർ ബായെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആൾ കുറച്ചുകൂടി മികച്ച താരമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ പോയ സീസണുകളിലായിട്ട് കളിച്ച 5 ക്ലബ്ബുകൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ആളത്ര മോശക്കാരനൊന്നുമല്ല, അത്യാവശ്യം മികച്ച താരമാണെന്ന്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം അവസാന സീസണിൽ കളിച്ച സമയത്ത് 5 ഗോളുകൾ 28 മത്സരങ്ങളിൽ നിന്നും ഒരു ഫിന്നിഷ് ടോപ്പ് ഡിവിഷൻ ക്ലബിന് വേണ്ടിയിട്ട് അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹം കളിച്ചിരിക്കുന്നത് ഒരു സ്കോട്ടിഷ് ടോപ്പ് ടയർ ലീഗിൽ കളിച്ചിട്ടുണ്ട്. ഫ്രാൻസിലേക്ക് ലോവർ ഡിവിഷൻ ലീഗുകളിലും ആൾ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആൾ അത്യാവശ്യം ക്വാളിറ്റി പ്ലെയർ ആണ് എന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ ഇതിനകത്തൊരു മേജർ ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ 1.5 വർഷമായിട്ട് ആൾ കളിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് അതുകൊണ്ട് കൺസേൺ ആണ്. ഒന്നാമതേ ഇഞ്ചുറി ആയ താരങ്ങളുടെ ഒരു ഇടിവണ്ടിയാണ് ബ്ലാസ്റ്റേഴ്സ്. അതിൻ്റെ കൂട്ടത്തിലേക്ക് 1.5 വർഷമായിട്ട് കളിക്കാതിരിക്കുന്ന ഒരുത്തൻ കയറി വരുമ്പം അത് ഇഞ്ചുറി കൺസേൺസ് ഉണ്ടാക്കും. നിലവിൽ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒരു 20 ലക്ഷം രൂപയാണ് എന്നൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ സുഡാനി ഫ്രം സെനഗൽ എന്നൊക്കെ പറഞ്ഞ് വില കുറച്ച് കാണാൻ പറ്റത്തില്ലെങ്കിലും ആൾ കൊള്ളാം. പക്ഷേ അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അൺസർട്ടനിറ്റി ആരാധകരുടെ കണ്ണിൽ പൊടിയാനുള്ള ഒരു ഗിമ്മിക്കായിട്ട് മാത്രമാണ് ഇതിനെ നമുക്ക് പറയാൻ പറ്റുന്നത്.